അധികമാരും കാണാത്ത ചില ഗ്രാമവഴികളിലൂടെയുള്ള യാത്ര അതിസാഹസികത നിറഞ്ഞതാണ്. അധികൃതരോട് പരാതികൾ പറഞ്ഞ് നാട്ടുകാർ മടുത്തു. വിളപ്പിൽ പഞ്ചായത്തിലെ ചൊവ്വള്ളൂർ വാർഡിലെ മൈലാടി മുതൽ നെടുങ്കുഴി വരെയുള്ള റോഡിലൂടെയുള്ള യാത്ര ദുരിതം നിറഞ്ഞതാണ്. ശോചനീയാവസ്ഥയിലുള്ള ഗ്രാമീണ റോഡുകളെ തേടിയുള്ള യാത്രയാണ് ഇനി. സിറ്റിയിലെ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഒരു ധാരണയുണ്ട്. ഇനി ഈ ഗ്രാമീണ പ്രദേശത്തെ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് കൂടി അറിയണ്ടേ? ഇനി നമ്മൾ പോകുന്നത് ഗ്രാമീണ പ്രദേശങ്ങളിലെ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാനാണ്. ഇത് തിരുവനന്തപുരം വിളപ്പിൽ പഞ്ചായത്തിലെ ചൊവ്വള്ളൂർ വാർഡിൽ ഉൾപ്പെടുന്ന റോഡ്. പുലിയറക്കോണം മൈലാടി മുതൽ നെടുങ്കുഴി വരെയുള്ള ഏകദേശം 5.5 കിലോമീറ്ററോളം റോഡിന്റെ അവസ്ഥ ഇതാണ്. റോഡിന് സമീപം മുട്ടോളം ആഴത്തിൽ കുഴി. കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാം. ട്രാൻസ്പോർട്ട് ബസ് സർവീസ് ഉള്ള വഴിയാണ്. എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുത്താൽ ഒരു വണ്ടി കുഴിയിൽ കിടക്കും, അത് ഉറപ്പാണ്. രണ്ട് ബസ് സർവീസുകൾ ഈ വഴി ഉണ്ടായിരുന്നു. അതിൽ വിളപ്പിൽശാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉൾപ്പെടെ പോകാൻ നാട്ടുകാർക്ക് സഹായകരമായിരുന്ന സർവീസ് നിർത്തി. റോഡിന്റെ മോശം അവസ്ഥയാണ് സർവീസ് നിർത്താൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഒരു 2 ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഒരു ബസ്സാണ്. ആദ്യം ചെവളൂർ വിളപ്പിശാല വഴി പരത്തൻപാറ എന്നുള്ളൊരു ബസ്സാണ് ഇവിടുന്ന് ഉണ്ടായിരുന്നത്. അത് ഇവിടുന്ന് ഈസ്റ്റോട് വരെ പോകും. ആ ബസ്സിൽ 6 മണിക്ക് പോകുന്നതായ എല്ലാ യാത്രക്കാർക്കും അതൊരു സൗകര്യമായിരുന്നു. വിളപ്പിശാല ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ആ ഒരു ബസ്സാണുള്ളത്. അതിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. ഇപ്പോൾ ഉള്ള ബസ്സിലാണെന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നെടുങ്കുഴി ഇറങ്ങിയിട്ട് വേറെ ബസ്സിൽ വേണം ഞങ്ങൾക്ക് വിളപ്പിശാല ഹോസ്പിറ്റലിൽ പോകാൻ. അത് പോയിട്ട് 4-5 ട്രിപ്പ് സ്കൂൾ ബസ് ഇതുവഴി ഓടുന്നുണ്ട്. അതിനെല്ലാം ബാധ്യതയാണ് ഈ റോഡ്. ചൊവ്വള്ളൂർ പരുത്തൻപാറയിൽ ഏകദേശം 60ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റി കുഴിയെടുത്തതോടെ റോഡ് കൂടുതൽ പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറിയെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ റോഡുകളും നല്ല രീതിയിൽ ബസ് റൂട്ടില്ലാത്ത റോഡ്, മണ്ണയം റോഡ്, പുളിയറക്കോണത്തിനപ്പുറം ദേവീക്ഷേത്രത്തിൻ്റെ ബാക്കിലുള്ള ഇവിടെ നേരെ നെടുങ്കുഴി പോകുന്ന റോഡ് റബ്ബേഴ്സ് ടാർ ചെയ്തിട്ടേക്കാണ്, കമ്പനിയാണ് ചെയ്തിട്ടേക്കുന്നത്. ഇത് മാത്രം ചെയ്യാൻ പൈസ. ഈ പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾ ഈ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്ത് 4 റോഡുണ്ട് പഞ്ചായത്തിൽ. ഈ 4 റോഡും ഈ പഞ്ചായത്ത് മെമ്പർ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ ഇവിടെ വന്നിരിക്കുകയാണ്. പലതവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും പരാതി കേൾക്കാനോ പ്രശ്നം പരിഹരിക്കാനോ ആരും എത്തുന്നില്ല. പെരുവഴിയിലാണ് ഈ ഗ്രാമവാസികൾ. ക്യാമറമാൻ ഷാൻ ജെയ്സിനും അജ്മലിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.